ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. ഓട്ടോ പാർട്ട് 3. തങ്കച്ചന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ജീവിക്കണമെന്നുള്ള ആശ പോലും അവന് നഷ്ടപ്പെട്ടിരുന്നു. ജീവിതത്തെ പ്രതീക്ഷയോടെ നോക്കിക്കാണാനുള്ള ഒരു നുറുങ്ങു വെളിച്ചമായിരുന്നു സൂസന്ന. ഇപ്പോൾ ആ വെളിച്ചവും അണഞ്ഞു പോയിരിക്കുന്നു. തങ്കച്ചൻ വല്ലാത്തൊരാത്മനൊമ്പരത്തോടെ ദൂരെ ചക്രവാള ചെരുവിലേക്ക് മിഴികൾ നട്ടുകൊണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് നിമിഷങ്ങളേറെയായി. തങ്കച്ച! നിശബ്ദ നിമിഷങ്ങൾക്കൊടുവിൽ യൂണിയൻ ചെല്ലപ്പൻ ശബ്ദം താഴ്ത്തി വിളിച്ചു. തങ്കച്ചൻ അകലെ എങ്ങോ തറഞ്ഞു നിന്ന കണ്ണുകൾ പറിച്ചെടുത്ത് യൂണിയൻ ചെല്ലപ്പനെ നോക്കി. തങ്കച്ച, നീ സബ് ജയിലിൽ കിടക്കുകയായിരുന്നെന്നോ വണ്ടി ഓടിയില്ലെന്നോ ഒന്നും പറഞ്ഞാൽ ബാങ്കുകാർ സമ്മതിക്കില്ല. പലിശയും പലിശയുടെ പലിശയും കണക്ക് പറഞ്ഞ് അവർ ഈടാക്കും. അതല്ലേ വണ്ടി അവരുടെ കസ്റ്റഡിയിലിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അതുകൊണ്ട് നീ ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കാതെ ഞങ്ങളുടെ കൂടെ വാ. ഇന്നു മുതൽ വണ്ടി ഓടിക്കേ, യൂണിയൻ ചെല്ലപ്പൻ പറഞ്ഞു. തങ്കച്ചൻ മറുപടിയൊന്നും പറഞ്ഞില്ല. വണ്ടി ഞങ്ങള് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിലിട്ടിരിക്കുക. അവര് പണിയെല്ലാം തീർത്തിട്ട് 2 ദിവസമായി. നീ വാ, ഇന്നു മുതൽ ഐശ്വര്യമായിട്ട് ഓടിക്കാം. കൂടം ബാബു തങ്കച്ചന്റെ കയ്യിൽ പിടിച്ചു. വർക്ക്ഷോപ്പിലെ പൈസ കൊടുക്കാതെ എങ്ങനെ വണ്ടി ഇറക്കും? പണി കുറെ കാണുമല്ലോ, ഒടുവിൽ തങ്കച്ചൻ ചോദിച്ചു. അതിനൊക്കെ നമ്മളെ സഹായിക്കാനല്ലേ തങ്കമ്മ ചേച്ചി ഈ പട്ടണത്തിലുള്ളത്. വണ്ടി പണിക്ക് കയറ്റിയപ്പോ തന്നെ തങ്കമ്മ ചേച്ചി കൂലിയും കൊടുത്തു. നീ വാ. യൂണിയൻ ചെല്ലപ്പൻ തങ്കച്ചനെയും കൂട്ടി മുറ്റത്തേക്കിറങ്ങി. അനിയൻ കുഞ്ഞിന്റെ ഓട്ടോയിലാണ് അവർ ഡൗണിലേക്ക് പോയത്. റപ്പായി ചേട്ടന്റെ വീടിന് മുന്നിലൂടെ ഓട്ടോറിക്ഷ കടന്നു പോകുമ്പോൾ തങ്കച്ചൻ മുഖം വെട്ടി തിരിച്ചു. സൂസനെ ഇനി മോഹിക്കരുത്, അവന്റെ മനസ്സ് മന്ത്രിച്ചു. ടൗണിലെത്തിയപ്പോൾ അനിയൻ കുഞ്ഞ് ചോദിച്ചു, വണ്ടിക്കകത്ത് പെട്രോൾ കാണുമോ? അതെങ്ങനെ കാണാനാ? തൽക്കാലം 1 ലിറ്റർ മേടിക്കേ. പെട്രോൾ പമ്പിന് മുന്നിൽ വണ്ടി നിർത്ത്. യൂണിയൻ ചെല്ലപ്പൻ പോക്കറ്റിൽ നിന്ന് രൂപ എടുത്തു കൊടുത്തു. അനിയൻ കുഞ്ഞ് ഒരു ടിന്നിൽ പെട്രോളുമായി വേഗം വന്നു. വർക്ക്ഷോപ്പിൽ നിന്ന് ഓട്ടോ എടുക്കുമ്പോൾ തങ്കച്ചന് മനസ്സിനൊരു സുഖം തോന്നി. ഓട്ടോ സ്റ്റേറ്റ് ബാങ്കിന് മുന്നിലെത്തിയപ്പോൾ യൂണിയൻ ചെല്ലപ്പൻ ഇറങ്ങി. എനിക്കിവിടെ കുറച്ച് താമസമുണ്ട്, തങ്കച്ചൻ പോയിക്കോ, വൈകിട്ട് കാണാം. തങ്കച്ചൻ ഓട്ടോ തിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്കിന്റെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന റപ്പായി ചേട്ടനെയും ജോസു കുട്ടിയെയും കണ്ടത്. തങ്കച്ചനെ കണ്ടപ്പോൾ റപ്പായി ചേട്ടനും ജോസു കുട്ടിയും ഒന്നറച്ചു നിന്നു. അവർക്ക് തൊട്ടു പിന്നാലെ പട്ടണം തങ്കമ്മയുണ്ടായിരുന്നു. അല്ല, ശവവണ്ടികള് രണ്ടുമെന്താ പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ നിൽക്കുന്നത്? തങ്കമ്മ ചെറു ചിരിയോടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ഓട്ടോയിലിരിക്കുന്ന തങ്കച്ചനെ കണ്ടത്. ഹോ, അത് ശരി, ശവവണ്ടി ബ്രേക്ക് ഡൗൺ ആയതിന്റെ രഹസ്യം ഇപ്പോഴല്ലേ പിടികിട്ടിയത്? അവൾ വീണ്ടും ചിരിച്ചു. പട്ടണം തങ്കമ്മയുടെ മുഖം അടച്ചൊന്നു കൊടുക്കാൻ തോന്നിയെങ്കിലും ജോസുകുട്ടി കോപം ഉള്ളിലൊതുക്കി. പട്ടണ തങ്കമ്മ വേഗം റോഡിലേക്ക് ഇറങ്ങി തങ്കച്ചന്റെ അടുത്തെത്തി. തങ്കച്ചന്റെ അമ്മായി അച്ഛനും അളിയനും ബാങ്കിൽ കിടന്ന് ചില്ലറ പുകിലൊന്നും അല്ല ഇപ്പൊ ഉണ്ടാക്കിയത്. എന്തോ ടിക്കറ്റ് കൊടുത്തിട്ട് 8-10 ദിവസം കഴിഞ്ഞെന്നോ ഇതുവരെ രൂപ കിട്ടിയില്ലെന്നോ ഒക്കെ പറഞ്ഞു. രണ്ടുകൂടെ അമ്മൻകൂടം തുള്ളുവല്ലായിരുന്നോ? അത് പറഞ്ഞ് തങ്കമ്മ ഓട്ടോയിലേക്ക് കയറി. തങ്കച്ചൻ ഒരിക്കൽ കൂടി റപ്പായി ചേട്ടനെയും ജോസ് കുട്ടിയെ നോക്കിയിട്ട് ഓട്ടോ മുന്നോട്ടെടുത്തു. അപ്പോഴും അവർ ബാങ്കിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. തങ്കമ്മ ചേച്ചി, വർക്ക്ഷോപ്പിൽ ചെലവായ കാശ് 1-2 ആഴ്ചയ്ക്ക് ഞാൻ മടക്കി തന്നോളാം കേട്ടോ, വണ്ടി ഓടിക്കുന്നതിനിടയിൽ തങ്കച്ചൻ പറഞ്ഞു. എന്റെ തങ്കച്ച, ഞാൻ അത് വല്ലതും ചോദിക്കുകയോ പറയുകയോ ചെയ്തോ? ആ, അതിരിക്കട്ടെ, കല്യാണം ഉടനെ നടക്കുവോ? തന്തയുടെയും മോന്റെയും മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് വേറെന്തോ പരിപാടി ഉണ്ടെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ തങ്കച്ചൻ പോരെന്നാ തോന്നുന്നെങ്കിൽ പെണ്ണിനെ പിടിച്ചോണ്ടിങ്ങ് പോരണം കേട്ടോ, പട്ടണം തങ്കമ്മ പറഞ്ഞു. ഓട്ടോ സെൻട്രൽ ജംഗ്ഷനിൽ എത്തിയതും ട്രാഫിക് ജാമായി. കളക്ട്രേറ്റിലേക്ക് ഏതോ പ്രകമ്പനം പോവുകയാണ്. പണ്ടാരങ്ങള് ജാഥ നടത്താൻ കണ്ട നേരം. നല്ലൊരു കോള് റെസ്റ്റ് ഹൗസിൽ കാത്തിരിക്കുക. അതിനുവേണ്ടിയായി വേഷവും കെട്ടി മിനിങ്ങി ഇറങ്ങിയത് ശകുനം മുടക്കികള്. പട്ടണം തങ്കമ്മ പ്രകടനക്കാരെ ശപിച്ചു. പ്രകടനം ഒന്ന് കാണാമെന്ന് കരുതി തങ്കച്ചൻ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തൊട്ടടുത്ത് കിടന്ന മാരുതിയുടെ മുൻവശത്തെ ഡോർ ശക്തിയിൽ തുറന്നതും ഒരേ നിമിഷത്തിലായിരുന്നു. തങ്കച്ചന്റെ പുറത്ത് ശക്തമായൊരു പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട് ഡോർ അടയുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ആഘാതത്താൽ തങ്കച്ചൻ മുന്നിൽ കിടന്ന ബൈക്കിലേക്ക് അലച്ചു വീണു. ബാലൻസ് തെറ്റി ബൈക്കിലുള്ളവരും റോഡിലേക്ക് മറിഞ്ഞു വീണു. പോക്കൃത്തരം കാണിക്കുന്നോടാ ഏരപ്പാളി, നിന്റെയൊക്കെ കണ്ണ് പുറകിലാണോടാ? പിടഞ്ഞെണീറ്റ ബൈക്ക് യാത്രക്കാരൻ തങ്കച്ചന് നേരെ ആക്രോശിച്ചു. എന്റെ കുഴപ്പമല്ല സാറേ, ഈ കിടക്കുന്ന കാറിന്റെ ഡോറ് എന്റെ പുറത്ത് വന്ന് തട്ടിയതാ, തങ്കച്ചൻ ക്ഷമാപണത്തോടെ അറിയിച്ചു. പട്ടണം തങ്കമ്മ
മെല്ലെ ഓട്ടോയിൽ നിന്ന് പുറത്തിറങ്ങി. ഒച്ചയും ബഹളവും കേട്ട് കടകളുടെ മുന്നിൽ നിന്നവരും വാഹനങ്ങളിൽ ഇരുന്നവരും ഒക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പുറകിലും കണ്ണു വേണമടാ നായേ. ബൈക്ക് ഓടിച്ചിരുന്നവനും തങ്കച്ചന് നേരെ ചാടി വീണു. ലേശം താഴ്ത്തി വെച്ച ഡോർ ഗ്ലാസ്സിലൂടെ എല്ലാം കണ്ട് രസിക്കുകയായിരുന്നു മാരുതിയിലുണ്ടായിരുന്നവർ. പട്ടണം തങ്കമ്മ മടിയിൽ നിന്ന് ചെറിയൊരു തുണിസഞ്ചി എടുത്തു. പട്ടണം തങ്കമ്മയെ പരിചയമുള്ളവർ അടക്കം പറഞ്ഞു. പട്ടണം തങ്കമ്മ പൊതിയഴിക്കാൻ തുടങ്ങി. ഇന്ന് എന്തെങ്കിലും നടക്കും. പട്ടണം തങ്കമ്മയുടെ മടിക്കുത്തിൽ എപ്പോഴും ചെറിയൊരു തുണിസഞ്ചിയിൽ മുറുക്കാനുണ്ടാവും. തങ്കമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ അവന്റെ മുഖത്ത് മുറുക്കി തുപ്പുന്നത് അവളുടെ ശീലമാണ്. അത്യാവശ്യം 2 തല്ലുകൊടുക്കാനും തങ്കമ്മ മടിക്കില്ല. പട്ടണം തങ്കമ്മ വെറ്റിലെടുത്ത് ചുണ്ണാമ്പ് തേച്ച് വായ്ക്കുള്ളിലേക്ക് ചവച്ചരയ്ക്കാൻ തുടങ്ങി. തങ്കച്ചൻ ബൈക്ക് യാത്രക്കാരെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ അവർ തങ്കച്ചനെ തല്ലാതെ പോകില്ലെന്ന വാശിയിലാണ്. ഏതവനാടാ ഓട്ടോ തങ്കച്ചനെ തല്ലേണ്ടത്? പറയടാ ചൂലേ. തങ്കമ്മ അവർക്കടുത്തേക്ക് ചീറിയെടുത്തു. ഇതൊക്കെ പറയാൻ നീ ആരാടി? തങ്കച്ചനെ തല്ലാനൊരുങ്ങി ഒരുത്തൻ പട്ടണം തങ്കമ്മയ്ക്ക് നേരെ തിരിഞ്ഞതും തങ്കമ്മ അവന്റെ മുഖത്തേക്ക് മുറുക്കാൻ ചണ്ടി നീട്ടിത്തുപ്പി. ഭൂ, ഈ പട്ടണം തങ്കമ്മ ആരാന്ന് നിനക്കറിയണം അല്ലേടാ മോനെ? അവന്റെ മുഖത്തുകൂടി ചുവന്ന തുപ്പൽ ഒഴുകിയിറങ്ങി. സംഗതി പന്തികേടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കൂടെയുള്ളയാൾ ബൈക്ക് എടുത്ത് ചെറിയ വഴുതിലൂടെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോയി. അപ്പോഴേക്കും പ്രകടനം പൊയ്ക്കഴിഞ്ഞിരുന്നു. വാഹനങ്ങൾ ഒന്നൊന്നായി നീങ്ങി. മാരുതി നീങ്ങാൻ തുടങ്ങിയതും പട്ടണം തങ്കമ്മ ഒരു കുതിപ്പിൽ ഡോർ തുറന്നു 2 പേരെ കാറിൽ നിന്ന് വലിച്ചു താഴെയിട്ടു. റോഡിൽ നിന്ന് പിടഞ്ഞെഴുന്നേൽക്കുന്നവരെ തങ്കച്ചൻ തുറച്ചു നോക്കി. ജെയ്സൺ കുര്യാക്കോസും സ്പിരിറ്റ് ജോമോനും. എടാ ചെറ്റകളെ, കയ്യിൽ ഇച്ചിരി കാശുണ്ടെന്ന് കരുതി പാവങ്ങളുടെ പുറത്ത് മെക്കിയിട്ട് കയറാൻ വന്നാലുണ്ടല്ലോ. പട്ടണം തങ്കമ്മ അവശേഷിച്ചിരുന്ന മുറുക്കാൻ ചാണ്ടി ജെയ്സൺ കുര്യാക്കോസിന്റെ മുഖത്തേക്ക് നീട്ടിത്തുപ്പി. ഒപ്പൻ ജെയ്സൺ കുര്യാക്കോസിന്റെ മുഖം അടച്ച് അടി വീണു. വീണ്ടും അടിക്കാനൊരുങ്ങിയ പട്ടണം തങ്കമ്മയെ തങ്കച്ചൻ ബലമായി പിടിച്ച് ഓട്ടോയിലേക്ക് കയറ്റി. തങ്കമ്മ ചേച്ചി, ഇത് പൊതുവഴിയാ, അവന്മാരോട് ഞാൻ ചോദിച്ചോളാം. തങ്കച്ചൻ വണ്ടി മുന്നോട്ടെടുത്തു. അന്ന് സന്ധ്യയ്ക്ക് മുമ്പേ തങ്കച്ചൻ ഓട്ടം നിർത്തി വീട്ടിലേക്ക് പോയി. റപ്പായി ചേട്ടന്റെ വീടിന് മുന്നിലെത്തിയതും സൂസന്ന ഒരു പൊട്ടിക്കരച്ചിലോടെ ഓട്ടോയുടെ മുന്നിലേക്ക് ഓടി വന്നു. തങ്കച്ചൻ ഭയവിഹ്വലതയോടെ ബ്രേക്കിൽ കാലമർത്തി. സൂസന്ന തളർന്നു തകർന്ന് ഓട്ടോയിലേക്ക് ചാഞ്ഞു വീണു. ഓട്ടോയുടെ മുൻവശത്തെ ചില്ല് ഗ്ലാസ്സിൽ അമർത്തിപ്പിടിച്ച് അവൾ കിതച്ചു. അവളുടെ മുഖത്തെ നിസ്സഹായതയും സങ്കടവും ക്ഷീണവും തളർച്ചയും ഒക്കെ കണ്ടപ്പോൾ നെഞ്ചിടം പൊട്ടിപ്പൊളരുന്നത് പോലെ തങ്കച്ചന് തോന്നി. തന്നെ മാത്രം സ്വപ്നം കണ്ട് നടന്ന പെൺകുട്ടി ജീവിതാവസാനം വരെ തന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ആൾത്താരയ്ക്ക് മുമ്പിൽ 1000 പ്രാവശ്യം ദൃഢപ്രതിജ്ഞ ചെയ്തവൾ. സൂസന്നെ. ഒടുവിൽ എപ്പോഴും തങ്കച്ചനിൽ നിന്ന് വാക്കുകൾ ഉടഞ്ഞു വീണു. ആ ശബ്ദം കേട്ടിട്ടെന്നോണം സൂസന്ന ശിരസുയർത്തി അവനെ ഒന്ന് നോക്കി. തങ്കച്ചൻ മെല്ലെ അവൾക്കടുത്തേക്ക് ചെന്നു നിന്നു. പിന്നെ 1-2 നിമിഷം അവളെ തന്നെ ഉറ്റുനോക്കി നിന്നിട്ട് മൃദുസ്വരത്തിൽ പറഞ്ഞു, സൂസന്നെ, ഒരിക്കൽ നമ്മൾ ഒന്നാകുന്നത് കാണാൻ കൊതിച്ചിരുന്നവർ തന്നെയാണ് ഇന്ന് നമ്മളെ അകറ്റാൻ നോക്കുന്നത്. നിനക്കും അറിയരുതോ? വേണ്ട സൂസന്നെ, വേണ്ട. ഞാൻ കൊലപാതകിയാണ്, ആഭാസനാണ്. ഒരു പക്ഷേ വിധി എനിക്ക് അനുകൂലമല്ലെങ്കിൽ ഇനിയുള്ള എന്റെ ലോകം ജയിലായിരിക്കും. അതുകൊണ്ട് സൂസന്ന, എന്നെ കാണാൻ വരരുത്. നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ വെറും പാഴ്ക്കിനാവുകളാണെന്ന് കരുതിയാൽ മതി. അവന്റെ സ്വരം ഇടറിയിരുന്നു. സൂസന്ന അവന് നേരെ മുഖം തിരിച്ചു. വല്ലാത്തൊരു ഭാവമായിരുന്നു അപ്പോൾ അവൾക്ക്. ആരാ പട്ടണം തങ്കമ്മ? പൊടുന്നനെ അവൾ ചോദിച്ചു. അപ്രതീക്ഷിതമായ ചോദ്യത്തിന് മുന്നിൽ തങ്കച്ചൻ പതറി. പറയേ, ആരാ പട്ടണം തങ്കമ്മ? എനിക്കതറിയണം. അതറിയാതെ ഞാൻ പോവില്ല. ദേഷ്യവും സങ്കടവുമെല്ലാം ആ മുഖത്ത് മിന്നിപ്പൊലിഞ്ഞു. തങ്കച്ചൻ നിശബ്ദം നിന്നതേ ഉള്ളൂ. പറയാൻ പറ്റില്ല അല്ലേ? അവൾ തങ്കച്ചന്റെ 2 തോളിലും ശക്തിയിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. ഓർമ്മ വെച്ച നാൾ മുതലുള്ള നമ്മുടെ ബന്ധം ഞാൻ മറക്കണം അല്ലേ? ഊണിലും ഉറക്കത്തിലും സ്വരുക്കൂട്ടിയ സ്വപ്നങ്ങളൊക്കെയും പാഴ്ക്കിനാവുകളായിരുന്നെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ തങ്കച്ചായ? ഞാൻ ഒഴുക്കിയ കണ്ണീരൊക്കെ കാരാപ്പുഴ തോട്ടിലെ കലക്കവെള്ളമായിരുന്നെന്നോർത്ത് ഞാൻ സമാധാനിക്കണം അല്ലേ? എന്നിട്ട് ആ വേശ്യോടത്ത് തങ്കച്ചായന് ജീവിക്കണം അല്ലേ? സൂസന്നെ. തങ്കച്ചന്റെ ശബ്ദം വല്ലാതെ ഉയർന്നു. തങ്കച്ചായൻ ഒന്ന് ഓർക്കണമായിരുന്നു. ഇവിടുള്ളവരും സെൻട്രൽ ജയിലിലൂടെ നടന്നു പോകുന്നവരാണെന്നും കൊലപാതകയും ആഭാസനുമാണെന്ന് നാട്ടുകാരെ കൊണ്ട് അംഗീകരിപ്പിക്കാനാണോ
തങ്കച്ചായ ഒരു വേശ്യം കൊണ്ട് ഓട്ടോറിക്ഷയിൽ ചുറ്റിയടിക്കുന്നത്, അവളുമായി ചേർന്ന് പെരുവഴിയിൽ അടിപിടി കൂടിയത്. അവളുടെ വാക്കുകൾ കേട്ട് തങ്കച്ചൻ സ്തബ്ധനായി. രാവിലത്തെ സംഭവം ഇവൾ അറിഞ്ഞിരിക്കുന്നു. സൂസന്ന വിറയാർന്ന സ്വരത്തിൽ തുടർന്നു. എന്തിനാ തങ്കച്ചായ ഒരു ജന്മം മുഴുവൻ തീറെഴുതി തന്ന എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇതിൽ ഭേദം എന്നെ കൊല്ലാമായിരുന്നില്ലേ? ഒരാളെ കൊന്ന് പരിചയമുള്ളത് കൊണ്ട് ചോര കണ്ടാൽ തങ്കച്ചായന് ഉളുപ്പുണ്ടാവില്ലെന്നറിയാം. എന്നെ ഒന്ന് കൊന്നു തരുവോ തങ്കച്ചായ? സൂസന്ന അവന്റെ കാൽക്കലേക്ക് കുഴഞ്ഞു വീണു. സൂസന്നെ! വല്ലാത്തൊരു തളർച്ചയോടെ തങ്കച്ചൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. മറ്റെന്ത് നീ പറഞ്ഞാലും ഞാൻ സഹിക്കും. പക്ഷേ ഒന്നു മാത്രം നീ ഓർക്കണമായിരുന്നു. ഈ തങ്കച്ചൻ ഒരു പെണ്ണിനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ആ പെണ്ണിനോടൊപ്പം ജീവിക്കണമെന്നേ മോഹിച്ചിട്ടുള്ളൂ. ആ പെണ്ണിന്റെ മടിയിൽ തലവെച്ച് മരിക്കണമെന്നേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. തങ്കച്ചന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശബ്ദം വിറച്ചു. എന്റെ ആ പെണ്ണ് നീയായിരുന്നു, നീ മാത്രം. നിന്റെ തങ്കച്ചായ. സൂസന്ന അവന്റെ മാറിൽ മുഖം പോഴ്ത്തി വിങ്ങി വിങ്ങി കരഞ്ഞു. എന്നോട് എന്നോട് ക്ഷമിക്ക് തങ്കച്ചായ. അപ്പച്ചനും ജോസൂട്ടിയും വന്ന് പറഞ്ഞപ്പോ അവളുടെ വാക്കുകളെ തടസ്സപ്പെടുത്തിയെടുത്തോണോ പൊടുന്നനെ നേരത്തെ ഇരുളിൽ നിന്ന് ആക്രോശമുണർന്നു. ഡി ഓരുംപെട്ടവളെ, കുടുംബം മുടിപ്പിക്കാനാണോടി നിന്റെ ഭാവം? കൊല്ലും ഞാൻ. റപ്പായി ചേട്ടൻ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. തൊട്ടു പിന്നിൽ ജോസൂട്ടി ഉണ്ടായിരുന്നു. സൂസന ഞെട്ടിപ്പിടഞ്ഞ് പിന്നോക്കം മാറി. നീ എന്റെ മോളെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണോടാ നായെ? റപ്പായി ചേട്ടൻ തങ്കച്ചന് നേരെ തിരിഞ്ഞു. അതുകൊണ്ടാണോ ഞാൻ സ്വന്തം ചേച്ചിയെ പോലെ കരുതുന്ന പട്ടണം തങ്കമ്മയെ എന്നെയും ചേർത്ത് കള്ളക്കഥകളുണ്ടാക്കി സൂസനയുടെ ചെവിയിൽ മന്ത്രിച്ചത്? എന്നാലൊന്ന് കേട്ടോ, സൂസന്നയ്ക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ അവൾ ഈ ഓട്ടോ തങ്കച്ചന്റെ കൂടെ ജീവിക്കും, മറക്കണ്ട. തങ്കച്ചൻ പിന്നെ അവിടെ നിന്നില്ല. ഇരുളിലൂടെ ഓട്ടോ മുന്നോട്ട് കുതിച്ചു. നിന്നെ ഇന്ന് ഞാൻ കൊല്ലുപടി. റപ്പായി ചേട്ടൻ സൂസന്നയും പിടിച്ചു വലിച്ച് വെളിച്ചപ്പാടിനെ പോലെ വീടിനുള്ളിലേക്ക് കയറി. തങ്കച്ചൻ മങ്ങാട്ടുപറമ്പിൽ ജുവലേഴ്സിന് മുന്നിൽ ഓട്ടോ നിർത്തി. ജെയ്സൺ കുര്യാക്കോസ് കടയിലുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് കടയിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല. ഷോറൂമിനുള്ളിലേക്ക് കയറി വന്ന തങ്കച്ചനെ ജെയ്സൺ കണ്ടു. അവന്റെ മുഖത്ത് കോപം ഇരച്ചു കയറി. ക്യാഷ് കൗണ്ടറിന് മുന്നിൽ തങ്കച്ചൻ നിന്നു. ആരാ ഇവനെ ഇവിടെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? പുറത്ത് സെക്യൂരിറ്റി ഇല്ലേ? ജെയ്സൺ കടയിലെ ജോലിക്കാരോട് ദേഷ്യപ്പെട്ടു. ജോലിക്കാർ സെക്യൂരിറ്റിയെ വിളിക്കാനായി പോയപ്പോൾ തങ്കച്ചൻ അവരെ തടഞ്ഞു. വേണ്ട, ഞാൻ ഉടനെ പോയേക്കാം. പിന്നെ തിരിഞ്ഞ് ജെയ്സണോടായി പറഞ്ഞു. കഴിഞ്ഞ ദിവസം സെൻട്രൽ ജംഗ്ഷനിൽ വെച്ച് മാരുതിയുടെ ഡോർ തട്ടിച്ച് ഞാനൊന്നും മിണ്ടാതിരുന്നത് പേടിച്ചിട്ടല്ല. വഴക്കും വക്കാണോ ഒന്നും എന്റെ തൊഴിലല്ലാത്തത് കൊണ്ടാണ്. ഒരു തെറ്റ് ചെയ്തു, അതിലെനിക്ക് പശ്ചാത്താപമുണ്ട്. മേലിൽ എന്നെ ജീവിക്കാൻ അനുവദിക്കണം. തങ്കച്ചൻ തിരിഞ്ഞു നടന്നു. ഇല്ലടാ, ഇല്ല. നിന്റെ കുടുംബം കുളം തോണ്ടിയട്ടെ മങ്ങാട്ടുപറമ്പിൽ ജെയ്സൺ കുര്യാക്കോസ് അടങ്ങിയിരിക്കത്തുള്ളൂ. നീ ചെവിയിൽ നുള്ളിക്കോ, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. വാതിക്കലോളം എത്തിയ തങ്കച്ചൻ മുഖം തിരിച്ച് അവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. തങ്കച്ചൻ ഇപ്പോൾ പഴയതുപോലെ സന്ധ്യയാകുമ്പോൾ ഓട്ടം നിർത്താറില്ല. സെക്കൻഡ് ഷോ സിനിമ തീരുന്നത് വരെ അവൻ സ്റ്റാൻഡിലുണ്ടാവും. അന്നും രാത്രി 1 മണിയോടെയാണ് തങ്കച്ചൻ വീട്ടിലെത്തിയത്. ദേവസ്യ ചായനും സാറാ ചേട്ടത്തിയും ആനി ഉറങ്ങാതെ അവൻ വരുന്നതും കാത്തിരിക്കുകയായിരുന്നു. ഷൈനി നേരത്തെ ഉറങ്ങി. ഇന്നെന്താ ആരും ഉറങ്ങിയില്ലേ? ഷർട്ടും മുണ്ടും മാറുന്നതിനിടയിൽ തങ്കച്ചൻ ചോദിച്ചു. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു. ആനിക്കും ചെറിയൊരു ജോലി ശരിയായിട്ടുണ്ട്. നമ്മുടെ പണിക്കര ചേട്ടന്റെ STD ബൂത്തിലാ. നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് കൊണ്ടെല്ലാമെന്ന് പറഞ്ഞു. ദേവസ്യാച്ചായൻ പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ ചാച്ച? വെറുതെ വീട്ടിലിരിക്കുന്നതിൽ നല്ലതാ. സ്വന്തമായി ചെറിയൊരു വരുമാനം ഉണ്ടാകുമല്ലോ. തങ്കച്ചനും അത് സമ്മതമായിരുന്നു. പിറ്റേ ദിവസം ദേവസ്യാച്ചായനോടൊപ്പമാണ് ആനി പോയത്. ടൗണിലെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനടുത്തായിരുന്നു STD ബൂത്ത്. 2 ദിവസം കൊണ്ട് ആനി എല്ലാം പഠിച്ചു. അടുത്ത ദിവസം ഉച്ചയോടടുത്ത നേരം ബൂത്തിൽ തിരക്കില്ലായിരുന്നത് കൊണ്ട് ആനി പുതിയ ആഴ്ചപ്പതിവ് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു IST കോൾ വിളിക്കണമല്ലോ. ആരുടെയോ പരുപരുത്ത ശബ്ദം കേട്ട് ആനി മുഖം ഉയർത്തി. അവളിൽ വല്ലാത്തൊരു നടുക്കമുണ്ടായി. ജെയ്സൺ കുര്യാക്കോസ് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ മുന്നിൽ വന്നു. 2 കൈകളും മേശമേൽ ഊന്നിക്കൊണ്ട് ജെയ്സൺ കുര്യാക്കോസ് അവളെ നോക്കി പുഞ്ചിരിച്ചു. ആനി ഭീതിയോടെ ചുറ്റും കണ്ണോടിച്ചു. ഒരു ലോക്കൽ കോൾ വിളിക്കാനെങ്കിലും ആരെങ്കിലും വരണമേ എന്ന് അവൾ മനസ്സാ പ്രാർത്ഥിച്ചു. മുകളിൽ ഫാൻ കറങ്ങിക്കൊണ്ടിരുന്നിട്ടും അവളെ വിയർക്കാൻ തുടങ്ങി.
ഞാൻ വന്നിട്ട് നേരം കുറച്ചായല്ലോ കൊച്ചേ, ഇതുവരെ എന്റെ കാര്യം പരിഗണിച്ചില്ലല്ലോ. ജെയ്സൺ കുര്യാക്കോസ് ഓർമ്മപ്പെടുത്തി. ആനി ഒരു കരച്ചിലിന്റെ വക്കോളം എത്തിയിരുന്നു. നല്ലോണം വിയർക്കുന്നല്ലോ, ഫാനിന്റെ സ്പീഡൊന്ന് കൂട്ടിയിട്ടെ, അവൻ തെല്ല് പരിഹാസത്തോടെ ചോദിച്ചു. നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത് അത് പറഞ്ഞാ മതി. ഫോൺ ചെയ്യണമെങ്കിൽ നമ്പർ പറ, അല്ലാതെ സ്പീഡ് കൂട്ടണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ആനി ധൈര്യം സംഭരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. എനിക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ നീ തരുവോ? അവൻ അവളുടെ മാറിടത്തിലേക്ക് ആർത്തിയോടെ നോക്കി. എനിക്ക് വേണ്ടത് നിന്നെയാണ്, എന്താ തരാമോ? ജെയ്സൺ കുര്യാക്കോസിന് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. നിന്നെ എനിക്ക് വെറുതെ വേണ്ടടി, ആയുഷ്കാലം മുഴുവൻ വേണോന്നുമില്ല. വില എന്തു വേണോന്ന് പറഞ്ഞു, ചോദിക്കുന്നതിന്റെ 4 ഇരട്ടി മങ്ങാട്ട് പറമ്പിൽ ജെയ്സൺ കുര്യാക്കോസ് തന്നിരിക്കും. എന്താ കച്ചവടം ഉറപ്പിക്കുന്നെങ്കിൽ ഇത് അഡ്വാൻസ്, എത്രയെന്ന് വെച്ചാൽ എടുക്കാം. അവൻ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് 500 രൂപ നോട്ടെടുത്ത് മേശപ്പുറത്തേക്കിട്ടു. ആനി കോപതാപങ്ങളാൽ ജ്വലിച്ചു. തന്റെ സ്ത്രീത്വത്തെയാണ് അപമാനിച്ചിരിക്കുന്നത്. അവൾ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളി. ഇത് കൊണ്ടുപോയി നിന്റെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് വില പറയടാ നായേ. അവൾ ആ നോട്ട് കെട്ടെടുത്ത് അവന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ജെയ്സൺ കൈയുയർത്തി അത് പിടിച്ചെടുത്തു. പിന്നെ അവൾക്ക് അടുത്തെത്തി നിന്നു. ഈ ശരീരത്തിന് വില തരാതെ, നിന്റെ അനുവാദമില്ലാതെ ഒരു നിമിഷത്തേക്കെങ്കിലും ഞാനിത് സ്വന്തമാക്കുമടി കോടിച്ചിപ്പട്ടി. അതല്ലേ ആയുസെത്താതെ മരിച്ചുപോയ എന്റെ ചേട്ടനുണ്ടല്ലോ, ജീവൻ കുര്യാക്കോസ്, അവൻ എന്നെ ശപിക്കുമടി. ചിലപ്പോ സെമിത്തേരിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് എന്റെ കർണത്ത് 2 പൊട്ടിക്കാനും മടിക്കാത്തവനവൻ. അവന്റെ അവസാനത്തെ ആഗ്രഹമെങ്കിലും ഈ അനുജൻ സാധിച്ചു കൊടുക്കണ്ടേ ആനിക്കുട്ടി. ജെയ്സൺ കുര്യാക്കോസ് മൃദുവായി ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ 2 മുത്തുമണികൾ ഉറഞ്ഞുകൂടിയത് ആനി കണ്ടില്ല. വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും ഡോർ തുറന്നു ആരോ കടന്നു വരുന്നത് അവൻ അറിഞ്ഞു. ബൂത്തിലേക്ക് കയറി വരുന്ന അനിയൻ കുഞ്ഞിനെ കണ്ടപ്പോൾ ആനിക്ക് ആശ്വാസമായി. ആനിക്ക് ഇവിടെ ജോലി കിട്ടിയെന്ന് ഇന്ന് അറിഞ്ഞത്. അത് പറയുമ്പോൾ അനിയൻ കുഞ്ഞിന്റെ നോട്ടം ജെയ്സൺ കുര്യാക്കോസിലായിരുന്നു. ജെയ്സൺ ആനിയെ ഒരിക്കൽ കൂടി ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. ആനി ചെറുതായൊന്ന് നിശ്വസിച്ചു. അവനെ സൂക്ഷിച്ചോണം, മൂർഖന്, കരിമൂർഖൻ. എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ റോഡിലിറങ്ങി ഏതെങ്കിലും ഓട്ടോക്കാരോട് പറഞ്ഞാൽ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അനിയൻ കുഞ്ഞിനോട് അവൾക്ക് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി. അനിയൻ കുഞ്ഞ് പോയി കഴിഞ്ഞിട്ടും അവൾ അവിടെ തന്നെ നിന്നു. സന്ധ്യ ആയപ്പോൾ പണിക്കര് ചേട്ടൻ വന്നു. മറ്റുള്ളവരിൽ നിന്ന് പ്രതിഫലം പറ്റാത്ത ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് പണിക്കര് ചേട്ടൻ. 50 വയസ്സിനോടടുത്ത് പ്രായം വരും. ഭാര്യയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിന്റെ വരുമാന മാർഗമാണ് STD ബൂത്ത്. ആരെയും സഹായിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ അറിഞ്ഞുകൂടാത്ത പണിക്കര് ചേട്ടനും ലക്ഷം ദേവസ്യാച്ചായനുമായി വർഷങ്ങളോളമുള്ള പരിചയമാണ്. പണിക്കര് ചേട്ടൻ വരുന്നതിന് മുൻപ് തന്നെ ആനി അന്നത്തെ കളക്ഷൻ പൈസയും കണക്കും ശരിയാക്കി വെച്ചിരുന്നു. ബുദ്ധിമുട്ട് വല്ലതുണ്ടെങ്കിൽ പറയണം കേട്ടോ മോളെ. പിന്നെ മാസാവസാനം വരെ കാത്തിരിക്കണമെന്നില്ല. കാശിന് ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട, പണിക്കര് ചേട്ടൻ രൂപ എണ്ണി തിട്ടപ്പെടുത്തതിനിടയിൽ പറഞ്ഞു. ആനി വെറുതെ പുഞ്ചിരിച്ചതേ ഉള്ളൂ. സന്ധ്യ ആയപ്പോൾ ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് ദേവസ്യാച്ചായം വന്നു. എങ്ങനെയുണ്ട് ദേവസ്യാച്ചായ വിൽപ്പനയൊക്കെ? പണിക്കര് ചേട്ടൻ കുശലം ചോദിച്ചു. ആ, തരക്കേടില്ലാതെ പോകുന്നു. അല്ല, ദേവസ്യാച്ചായം വിറ്റ ടിക്കറ്റിനല്ലേ ഇത്തവണ ബമ്പർ അടിച്ചത്? അപ്പോ കച്ചവടം പൊടി പൊടിക്കണമല്ലോ. ആട്ടെ, 1ാം സമ്മാനം അടിച്ചതിന് ദേവസ്യാച്ചായനെ കമ്മീഷൻ എത്ര കിട്ടും? ദേവസ്യാച്ചായന്റെ മുഖം മ്ലാനമായി. പണിക്കര് ചേട്ടൻ തുടർന്നു. ദേവസ്യാച്ചായനെ ദൈവം കടാക്ഷിച്ചതാ. ഇനിയിപ്പൊ തങ്കച്ചന്റെ കേസിന് ആരുടെ മുന്നിൽ കൈ നീട്ടണ്ടല്ലോ. ഇതൊക്കെയാ പറയുന്നത് മനസ്സ് നൊന്ത് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുമെന്ന്. ദേവസ്യാച്ചായൻ പണിക്കര് ഏട്ടനെ ദയനീയമായി നോക്കി. പിന്നെ സങ്കടത്തോടെ പറഞ്ഞു, ഇല്ല പണിക്കര് സാറേ, നെഞ്ചുകൂട്ടിയുള്ള എന്റെ വിളി ഇനിയും കർത്താവ് കേട്ടില്ല. അതെന്താ ദേവസ്യാച്ചായ, കമ്മീഷൻ കിട്ടാൻ കുറെ നാളെടുക്കുമോ? അതല്ല പണിക്കര് സാറേ, ഞാൻ വിറ്റ ടിക്കറ്റിന് മെമ്പർ അടിച്ചെങ്കിലും കമ്മീഷൻ എനിക്ക് കിട്ടത്തില്ല. ഏജൻസി എടുക്കാൻ കാശില്ലാത്തോണ്ട് ഞാൻ വേറൊരാളുടെ കയ്യിൽ നിന്ന് ദിവസേന കുറച്ച് ടിക്കറ്റ് കടമെടുത്തോണ്ട് വന്ന് വിൽക്കുക. വിറ്റ ടിക്കറ്റിന്റെ പൈസ പിറ്റേ ദിവസം കൊടുത്താൽ മതി. അതുകൊണ്ട് കമ്മീഷനും അയാൾക്കാ. കുറച്ച് കാശ് സംഘടിപ്പിച്ച് സ്വന്തമായിട്ട് ഏജൻസി തുടങ്ങാനിരിക്കുമ്പോഴാ തങ്കച്ചന്റെ കേസ്. ഇനിയിപ്പൊ ഈ ജന്മത്ത് അത് നടക്കുമെന്ന് തോന്നുന്നില്ല സാറേ. ദേവസ്യാച്ചായന്റെ വാക്കുകളിൽ ദുഃഖവും നിരാശയും ഒക്കെ ഇടകലർന്നിരുന്നു. പണിക്കര് ചേട്ടൻ സഹതാപത്തോടെ ദേവസ്യാച്ചായനെ നോക്കിയിരുന്നതേ ഉള്ളൂ. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ, നേരം വല്ലാതെ ഇരുട്ടി. ദേവസ്യാച്ചായൻ പുറത്തേക്കിറങ്ങി. പിന്നാലെ ആനി ഭയപ്പാടോടെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് വന്നത്.
ജെയ്സൺ കുര്യാക്കോസ് ടെലിഫോൺ ബൂത്തിൽ വന്ന് വഴക്കുണ്ടാക്കിയത് തങ്കച്ചായൻ അറിയരുതെന്നായിരുന്നു അവളുടെ പ്രാർത്ഥന. അന്ന് പതിവിലെ നേരത്തെ തങ്കച്ചൻ ഓട്ടം നിർത്തി വീട്ടിലെത്തി. വന്നയുടനെ അവൻ ആനിയെ വിളിച്ച് കയ്യിലിരുന്ന പ്ലാസ്റ്റിക് കവർ കൊടുത്തു. അപ്പോഴേക്കും ഷൈനിയും പിന്നാലെ എത്തി. ആനി കവർ തുറന്നു നോക്കി. അവളുടെ കണ്ണുകൾ പ്രകാശിച്ചു. മഞ്ഞയിൽ നീല പൂക്കളുള്ള ചുരിദാർ. ഇത് കണ്ടപ്പോൾ ഷൈനിയുടെ മുഖം മങ്ങി. അല്ലേലും തങ്കച്ചായന് ആനി ചേച്ചിയോടെ ഇഷ്ടം. വണ്ടി കഴുകാനും ഷർട്ടും മുണ്ടും അലക്കി തരാനും ഞാനും. നോക്കിക്കോ, ഇനി ഷൈനി മോളേന്നൊക്കെ വിളിച്ചോണ്ട് വാ, എന്റെ പട്ടി പോലും നോക്കത്തില്ല. ഷൈനി മുഖം കുത്തി വീർപ്പിച്ചു. തങ്കച്ചൻ മൃദുവായി ചിരിച്ചുകൊണ്ട് അവളുടെ ചുമലിൽ തട്ടി. എന്റെ ഷൈനി മോളെ, നിനക്ക് അടുത്ത മാസം ഇതിലും നല്ലൊരെണ്ണം തങ്കച്ചായ മേടിച്ചു തരില്ലേ? ഇപ്പോഴും 10 പേര് കയറി ഇറങ്ങുന്ന ടെലിഫോൺ ബൂത്തിലല്ലേ ഇവൾക്ക് ജോലി. വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ അതിന്റെ കുറച്ചിരി തങ്കച്ചായനല്ലേ. അതുകൊണ്ടാ ആദ്യം അവൾക്ക് മേടിച്ചത്. പക്ഷേ ഷൈനി പരിഭവത്തിൽ മുഖം വെട്ടിത്തിരിച്ചു പോയി കളഞ്ഞു. അവള് പറയുന്നതിലും കാര്യമില്ലേടാ. 2 പേരുള്ളപ്പോ ഒരുത്തിക്കായിട്ട് മേടിച്ചുകൊണ്ട് വന്നാൽ അവൾക്ക് സങ്കടം വരാതിരിക്കുവോ? ദേവസ്യച്ചായൻ അവനെ കുറ്റപ്പെടുത്തി. അതിനവള് വീടിന് പുറത്തിറങ്ങുന്നില്ലല്ലോ. തയ്യല് പഠിക്കാൻ വിട്ടിട്ട് മടിച്ച് തിരിച്ചു പോന്നില്ലേ? സാറാ ചേട്ടത്തി പറഞ്ഞു. ഞാനിവിടെ പഠിക്കാൻ പോയിരുന്നതിൽ കാണായിരുന്നു. ഇപ്പൊ അമ്മച്ചിക്ക് സുഖമല്ലേ? മേലനങ്ങാതെ എവിടെയും കുത്തി ഇരുന്നാ പോരെ. വീട്ടുപണിയൊക്കെ ചെയ്യാൻ മടിച്ചയായിട്ട് ഒരുത്തി ഇവിടെ ഉണ്ടല്ലോ. നാളെ മുതൽ ഞാൻ കാണിച്ചു തരാം. അടുത്ത മുറിയിൽ നിന്ന് ഷൈനി ദേഷ്യത്തോടെ വിളിച്ചു പറഞ്ഞു. ഒച്ചയും ബഹളം ഒന്നും വേണ്ട, നാളെ ആകട്ടെ, നിനക്ക് മേടിച്ചു തരാം. തങ്കച്ചൻ പിന്നെ തിരിഞ്ഞ് മുഖത്ത് ഗൗരവം വരുത്തി ആനിയോടായി പറഞ്ഞു. എടി ആനി, എന്റെ ഷൈനി മോൾ കൂടെ നല്ല സ്വയംഭനൊരു ചുരിദാർ മേടിച്ചിട്ട് മതി നിന്റെ വേഷം കെട്ടല്, കേട്ടോ? ആനി തലയിളക്കി ചിരിച്ചു. പിറ്റേ ദിവസം തങ്കച്ചൻ ഷൈനിക്ക് ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്തു. അവൾക്കും സന്തോഷമായി. അന്ന് ദേവസ്യച്ചായൻ രാവിലെ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്ക് പോയില്ല. റപ്പായിയെ കണ്ടിട്ട് 3-4 ദിവസമായി. അയാളെ ഒന്ന് കണ്ട് തങ്കച്ചന്റെയും സൂസന്നയുടെയും കല്യാണക്കാര്യം ചോദിക്കണം. തങ്കച്ചൻ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഉടനെ കല്യാണം നടത്തണമെന്ന് റപ്പായി ആണല്ലോ വാശി പിടിച്ചത്. തങ്കച്ചനും ആനിയും പോയി കഴിഞ്ഞപ്പോൾ ദേവസ്യച്ചായനും ഇറങ്ങി. ദേവസ്യച്ചായൻ ചെല്ലുമ്പോൾ റപ്പായി ചേട്ടന് ജോസുകുട്ടി എവിടേക്കോ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. എങ്ങോട്ടാടാ റപ്പായി? രാവിലെ ഒരു യാത്ര? ദേവസ്യച്ചായൻ ചോദിച്ചു. കുഞ്ഞന്നാമ്മയുടെ വീട് വരെ ഒന്ന് പോകാമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. എന്നിപ്പോ സൗകര്യം ഒത്തും, എങ്കിൽ പോയേക്കാമെന്ന് കരുതി. തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ റപ്പായി ചേട്ടൻ പറഞ്ഞു. എന്താ, കുഞ്ഞന്നാമ്മയുടെ വീട്ടിൽ വിശേഷം വല്ലതും ഉണ്ടോ? വിശേഷം ഉണ്ടായിട്ടല്ല, കുഞ്ഞന്നാമ്മയുടെ വീതത്തിൽ കുറച്ച് സ്ഥലം അവിടെ കിടപ്പുണ്ട്. സൂസന്നയുടെ കല്യാണം നടത്തണമെങ്കിൽ അത് വിൽക്കാതെ പറ്റില്ല. അതിന് സ്ത്രീധനമൊന്നും ഞങ്ങൾ ചോദിച്ചില്ലല്ലോ റപ്പായി. തങ്കച്ചന് നിന്റെ മോളെ മാത്രം മതിയല്ലോ, പിന്നെന്തിനാ ഇത്ര തിടുക്കപ്പെട്ട് ഭൂമി വിൽക്കുന്നേ? ദേവസ്യച്ചായൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. തങ്കച്ചന് പൊന്നും പണവും വേണ്ടെന്ന് കരുതി എല്ലാരും അങ്ങനാണോ? എന്റെ മോളെ കെട്ടാൻ പോകുന്ന ചെറുക്കന് പൊന്നും പണവും വേണം. അവളെ ഞാൻ എങ്ങനെ കെട്ടിച്ചു വിടും? റപ്പായി ചേട്ടൻ മെല്ലെ ശബ്ദമുയർത്തി പറഞ്ഞു. അപ്പച്ചൻ അതും ഇതും പറഞ്ഞ് നേരം കളയാതെ വരുന്നുണ്ടോ? സമയത്ത് എന്നിലെ ബസ് കിട്ടത്തില്ല. ജോസുകുട്ടി ധൃതി കൂട്ടി. റപ്പായി, അപ്പോ തങ്കച്ചൻ? ദേവസ്യച്ചായന് ശ്വാസം മുട്ടലുണ്ടായി. അവൻ ആരാടാ പെണ്ണു കൊടുക്കുന്നത്? ഒരു കൊലപാതകയ്ക്ക് നിന്റെ മകളെ നീ കെട്ടിച്ചു കൊടുക്കുവോ? റപ്പായി ചേട്ടന്റെ പരുഷമായ വാക്കുകൾ. ദേവസ്യച്ചായൻ തളർന്നു. റപ്പായി, നീ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോടാ റപ്പായി. ദേവസ്യച്ചായന്റെ നാവ് കുഴഞ്ഞു. മുറ്റത്തേക്ക് ഇറങ്ങിയ റപ്പായി ചേട്ടൻ തിരിഞ്ഞു നിന്നു. കൊലപാതയ്ക്കും ആഭാസനും ഒന്നും കെട്ടിച്ചു കൊടുക്കാൻ തുണ്ടത്തിൽ റപ്പായിക്ക് മക്കളില്ലെന്ന് മനസ്സിലായോ? അങ്ങനെ എന്തേലും പൂതി മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. വല്ലവനെയും കൊന്നത് പോരാഞ്ഞിട്ട് പട്ടണത്തിൽ ഒരു വേശ്യയുടെ കൂടെ പൊറുതി തുടങ്ങിയിരിക്കുകയല്ലേ നിന്റെ പുന്നാരമോൻ. എന്നിട്ട് പെണ്ണിനെ ചോദിച്ചു വന്നിരിക്കുന്നു തുണ്ടത്തിൽ റപ്പായിയുടെ മുന്നിലോട്ട്. റപ്പായി ചേട്ടൻ പരിഹസിച്ചു. പിന്നെ അയാൾ ജോസൂട്ടിയോടൊപ്പം ധൃതിയിൽ വഴിയിലേക്ക് ഇറങ്ങി നടന്നു. റപ്പായി ചേട്ടന്റെ ഓരോ വാക്കുകളും ലക്ഷം ദേവസ്യച്ചായന്റെ നെഞ്ചിൽ അസ്ത്രങ്ങളായി പതിച്ചു. മുറിപ്പെട്ട മനസ്സുമായി വേച്ചു വേച്ച് നടക്കുമ്പോൾ സൂസന്നയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ ദേവസ്യച്ചായന്റെ കാതുകളിൽ ആർത്തലച്ച് പെയ്തുകൊണ്ടിരുന്നു. റപ്പായി ചേട്ടനെ കണ്ടിട്ട് ലോട്ടറി ടിക്കറ്റ് വിൽപ്പനയ്ക്ക് പോകാമെന്ന് കരുതി ഇറങ്ങിയ ദേവസ്യച്ചായൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് കണ്ട് സാറാ ചേട്ടത്തി ചോദിച്ചു. ഇന്നെന്താ തിരിച്ചു പോകുന്നത്? ഇന്ന് ടൗണിൽ പോകുന്നില്ലേ? എന്നിനി ഒന്നിനും എനിക്ക് വയ്യടി സാറാമ്മേ, ഒന്ന് കിടന്നാ മതി. അയാൾ ചെന്ന പാടെ കട്ടിലേക്ക് വീണു. ഇതെന്തു പറ്റി മനുഷ്യനെ നിങ്ങൾക്ക്? സുഖമില്ലെങ്കിൽ മരുന്ന് മേടിച്ചോണ്ട് പോന്നാ പോരായിരുന്നോ? സാറാ ചേട്ടത്തി ചോദിച്ചു. ദേവസ്യച്ചായൻ കണ്ണുകൾ അടച്ച് കിടന്നതേ ഉള്ളൂ. സാറാ ചേട്ടത്തി കട്ടിലിൽ അയാൾക്ക് അടുത്തിരുന്നു.
സൂസന്നയുടെ അപ്പച്ചനെ കണ്ടിട്ട് എന്തു പറഞ്ഞു? ഉടനെ നടത്താന്ന് പറഞ്ഞു. ദേവസ്യാച്ചയൻ മെല്ലെ കണ്ണു തുറന്നു. ഇല്ല സാറാമ്മേ, റെപ്പായി ഒത്തിരി മാറിപ്പോയി. നീ തന്നെ തങ്കച്ചനോട് പറഞ്ഞാ മതി. അങ്ങനെ ഒരു ആഗ്രഹവും മനസ്സിലിട്ടുകൊണ്ട് നടക്കണ്ടാന്നു. കൊലപാതകയ്ക്കും ആഭാസനുമൊക്കെ കെട്ടിച്ചു കൊടുക്കാൻ റെപ്പായിക്ക് മക്കളില്ലെന്നും. ദേവസ്യാച്ചായൻ വീണ്ടും കണ്ണുകൾ ഇറുകെ പൂട്ടിക്കിടന്നു. സാറാ ചേട്ടത്തി ഹൃദയം പറഞ്ഞു പോകുന്ന വേദനയോടെ മരവിച്ചുപോയി. അന്ന് വൈകുന്നേരത്തോടെ തുണ്ടത്തിൽ റെപ്പായി ചേട്ടനും ജോസുകുട്ടിയും മടങ്ങിയെത്തിയത് ഒരു ചുവന്ന മാരുതി കാറിലായിരുന്നു. ജോസുകുട്ടിയാണ് കാർ ഓടിച്ചത്. വീടിന് മുന്നിൽ കാറിൽ വന്നിറങ്ങിയ റെപ്പായി ചേട്ടൻ ഉറക്കെ വിളിച്ചു, എടീ കുഞ്ഞന്നാമോ, ഒന്നിങ്ങോട്ട് ഇറങ്ങി വന്ന് നോക്കിയടി. കുഞ്ഞന്നാമ വേഗം മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. ഇത് കണ്ടോടി, പളപളാന്ന് മിന്നുന്ന കാറ്. പിന്നെ നീ ഇങ്ങോട്ട് നോക്കിയേ. റെപ്പായി ചേട്ടൻ വലിയൊരു ബ്രീഫ് കേസ് തുറന്നു. നോക്കടി കുഞ്ഞന്നാമേ, ലക്ഷങ്ങളാ. നീ ഒന്ന് മണത്ത് നോക്കിക്കേ. നല്ല പുതുപുത്തൻ നോട്ടിന്റെ മണം. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചവനെ പോലെ റെപ്പായി ചേട്ടൻ നോട്ടുകെട്ടുകളിലേക്ക് മുഖം പൂഴ്ത്തി. കുഞ്ഞന്നാമ സ്വപ്നത്തിൽ എന്നോണം നിന്നു. ഇനി മുതല് ശവവണ്ടി റെപ്പായി, തുണ്ടത്തിൽ റെപ്പായി മുതലാളി ആടി. കുഞ്ഞന്നാമേ, റെപ്പായി മുതലാളി. അയാൾ പുലമ്പി. പിന്നെ പൊട്ടി പൊട്ടി ചിരിച്ചു. കുഞ്ഞന്നാമ്മ അപ്പോഴും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നിരുന്നില്ല. പിറ്റേ ദിവസത്തെ ദിനപത്രങ്ങളിലെല്ലാം തുണ്ടത്തിൽ റെപ്പായി ചേട്ടന്റെ പടവും വാർത്തയും ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമാണ് റെപ്പായി ചേട്ടന് ലോട്ടറിയുടെ 1ാം സമ്മാനം കിട്ടിയ വിവരം നാട്ടുകാരറിയുന്നത്. അന്ന് പള്ളിയിൽ കൂടിയവരെയൊക്കെ സംസാര വിഷയം അതുതന്നെയായിരുന്നു. നറുക്കെടുപ്പ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇതറിഞ്ഞില്ലല്ലോ. ഹോ, എന്നാൽ റെപ്പായിനെയും കുഞ്ഞന്നാമ്മയും സമ്മതിക്കണം. നമ്മുടെ നാട്ടിൽ ഇത്ര വലിയ സംഭവമൊക്കെ ഉണ്ടായിട്ട് രഹസ്യാക്കി വെച്ചില്ലേ. തെക്കതിലെ കുഞ്ഞോമാപ്പാച്ചൻ മൂക്കത്ത് വിരൽ വെച്ച് അതിശയപ്പെട്ടു. ഇത് നല്ല കൂത്ത്. റെപ്പായിയുടെ വീടിന് 3 വാര അകലെയല്ലുള്ള എന്റെ വീട്. എന്നിട്ട് ഞാൻ പോലും ഇതറിയുന്നത് പള്ളിയിലോട്ട് വരുന്ന വഴി കുഞ്ഞന്റെ ബാർബർ ഷോപ്പിലെ പത്രം കണ്ടപ്പോഴാ. ഇതൊക്കെ നമ്മളോട് പറഞ്ഞാൽ വായ്പ ചോദിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും മൂടി പൊതിഞ്ഞു വെച്ചത്. ആർക്ക് വേണം ആ ശവവണ്ടിയുടെ കാശ്? കറവക്കാരൻ എസ്താപ്പൻ പിറുപിറുത്തു. ലക്ഷം ദേവസ്യാച്ചായനും കുടുംബവും വരുന്നത് കണ്ടപ്പോൾ ചിലർ അടുത്തുകൂടി. ദേവസ്യാച്ചായോ, ഇനി തങ്കച്ചന്റെ കേസ് പുല്ലുപോലെ നടന്നോളൂ. 25 ലക്ഷമല്ലേ റെപ്പായി ചേട്ടന്റെ ഉള്ളം കയ്യിലുള്ളത്. റെപ്പായി ചേട്ടന് ലോട്ടറി അടിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാ മതി. മറ്റത്തിൽ അവറാച്ചൻ സന്തോഷം പ്രകടിപ്പിച്ചു. ദേവസ്യാച്ചായൻ മറുപടി ഒന്നും പറയാതെ പള്ളിക്കകത്തേക്ക് കയറി. 1ാം കുർബാന കഴിഞ്ഞ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തങ്കച്ചനും അനിയും കുഞ്ഞും പള്ളിയിലേക്ക് വന്നത്. കോൾ അടിച്ചല്ലോടാ തങ്കച്ച. സത്യത്തിൽ ബെമ്പർ അടിച്ചത് റെപ്പായി ചേട്ടനല്ല, നിനക്കാ, ആരോ വിളിച്ചു പറഞ്ഞു. തങ്കച്ചനും അത് കേട്ടതായി പോലും നടിക്കാതെ ഒതുക്കുകല്ലുകൾ കയറി. ആളുകളുടെ വിചാരം റെപ്പായി ചേട്ടന്റെ കാശെല്ലാം തങ്കച്ചനെ ഏൽപ്പിക്കുമെന്ന. ആനയ്ക്ക് അണ്ടർവയർ തയ്പ്പിച്ചിടുന്നവനാ അയാളെന്ന് ഇവർക്കറിയൂ. അനിയും കുഞ്ഞ് ശബ്ദമടക്കി ചിരിച്ചു. പള്ളിമുറ്റത്ത് ദേവസ്യാച്ചായനും സാറാ ചേട്ടത്തെയും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. തൊട്ടടുത്ത് ഷൈനിയോടൊപ്പം നിന്ന ആനയിൽ അനിയൻ കുഞ്ഞിന്റെ കണ്ണുകൾ ഒരു നിമിഷം മുടക്കി നിന്നു. മഞ്ഞയിൽ നീലപ്പൂക്കളുള്ള ചുരിദാറിൽ അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ അനിയൻ കുഞ്ഞിന് തോന്നി. അവളും അവനെ കണ്ടു. അവർ അടുത്തെത്തിയപ്പോൾ അവൾ അനിയൻ കുഞ്ഞിനെ നോക്കി മെല്ലെ പുഞ്ചിരിച്ചു. അപ്പോൾ അവളുടെ കവിളിണയിൽ നുണക്കുഴികൾ വിരിഞ്ഞു. നീ എന്താണ് ഇത്രയും താമസിച്ചത്? 2ാം കുർബാന തുടങ്ങാറായി, വേഗം ചെല്ല്. അത് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയ ദേവസ്യാച്ചായൻ തിരിഞ്ഞു നിന്നു. തുരുത്തേലച്ഛൻ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കുർബാന കഴിഞ്ഞ് അച്ഛനെ കണ്ടിട്ടേ പോരാവൂ. തങ്കച്ചൻ തലയിളക്കി. അനിയൻ കുഞ്ഞ് ആനിയെ ഒരിക്കൽ കൂടി ഒളി കണ്ണാൽ നോക്കിയിട്ട് തങ്കച്ചന് പിന്നാലെ നടന്നു. 2ാം കുർബാന തുടങ്ങിക്കഴിഞ്ഞു. തങ്കച്ചനും അനിയൻ കുഞ്ഞും ഏറ്റവും അവസാനത്തെ വരിയിൽ നിന്നു. കുർബാന കഴിഞ്ഞ് ആളുകൾ പോയി കഴിഞ്ഞിട്ടും കുറെ നേരം കൂടി തങ്കച്ചൻ പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ അനിയൻ കുഞ്ഞു പറഞ്ഞു, അച്ഛനെ കണ്ടിട്ടല്ലേ നീ വരുന്നുള്ളൂ, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് ഇച്ചിരി ധൃതിയുണ്ട്. എന്നാൽ നീ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം. ബോഗൺവില്ല പടർന്നു കിടക്കുന്ന പള്ളി വരാന്തയിലൂടെ തങ്കച്ചൻ നടന്നു. ഓട്ടമൊക്കെ എങ്ങനെയുണ്ടടാ തങ്കച്ച? ഇല്ലാതെ പോകുന്നുണ്ടല്ലോ അല്ലേ? തുരുത്തേലച്ഛൻ കുശലം ചോദിച്ചു. കർത്താവിന്റെ കൃപ കൊണ്ട് കുഴപ്പമില്ലച്ചോ, തങ്കച്ചൻ ഭവ്യതയോടെ അറിയിച്ചു. കേൾക്കാൻ അത്ര സുഖമുള്ള കാര്യമൊന്നും പറയാനല്ല നിന്നെ ഞാൻ വിളിപ്പിച്ചത്. തുരുത്തേലച്ഛൻ തെല്ലിട മൗനത്തിലാണ്ടു. പിന്നെ ജനാലയിലൂടെ സൺഡേ സ്കൂളിന് വരുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി. റെപ്പായിയെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു. സൂസന്നെ നിനക്ക് കെട്ടിച്ചു തരുന്നതിനോട്
ഇപ്പൊ റെപ്പായിക്ക് താല്പര്യമില്ലെന്ന് മാത്രമല്ല, നിന്നെക്കുറിച്ച് മോശമായ ചിലതൊക്കെ പറയുകയും ചെയ്തു. ഇന്നത്തെ പത്രം കണ്ടപ്പോഴാ റെപ്പായുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായത്. എല്ലാം എനിക്ക് അറിയാമച്ചോ. നിന്നെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാനൊന്നും വിശ്വസിച്ചില്ല. എങ്കിലും സ്നേഹമുള്ളത് കൊണ്ട് പറയുന്നതാ. റെപ്പായിക്ക് നല്ല ബുദ്ധി ഉണ്ടാകുന്നത് വരെ നീ ക്ഷമിക്കണം. സൂസന്റെ പാവമാണ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പെണ്ണ്. അവൾക്ക് ദോഷം വരുന്നതൊന്നും നിന്നിൽ നിന്നുണ്ടാവരുത്. തങ്കച്ചൻ വെറുതെ കേട്ട് നിന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? തങ്കച്ചൻ മെല്ലെ തലയിളക്കി. എങ്കിൽ പൊയ്ക്കോളൂ. തങ്കച്ചൻ തിരിഞ്ഞു നടന്നു. അന്ന് പള്ളിയിൽ പോലും പോകാതെ റെപ്പായി ചേട്ടന് കുഞ്ഞന്നാമ്മയും ജോസുകുട്ടിയും ഭാവി പരിപാടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. സൂസന്റെ മാത്രം എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട ദുഃഖത്തിൽ കയത്തിൽ മുങ്ങി താഴുകയായിരുന്നു. 8-10 ലക്ഷം പോയാലും തിരക്കേടില്ല. ഒരു കളക്ടറെ കൊണ്ട് തന്നെ നമ്മുടെ സൂസനെ ഉടനെ കെട്ടിക്കണം. ഈ നാട്ടിൽ ഒരുത്തന്റെ മോളെ കളക്ടറെ കൊണ്ട് കെട്ടിച്ചിട്ടില്ല. ഈ റെപ്പായിക്ക് ആ ഭാഗ്യമുണ്ടാകും. ജോസൂട്ടി, നീ നാളെ തന്നെ പോയി ബ്രോക്കർമാരോട് പറഞ്ഞു. പണം ഈ റെപ്പായിക്ക് ഒരു പ്രശ്നമല്ല. 4 പേരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണം. ചീതലരിച്ച് ബെഞ്ചിലിരുന്നുകൊണ്ട് റെപ്പായി ചേട്ടൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ കുഞ്ഞന്നാമ ഒന്ന് ഞെളിഞ്ഞു നിന്നു. അത് കൊള്ളാം. കളക്ടറുടെ കൊടിവെച്ച കാറി കയറി ഈ കുഞ്ഞന്നാമയ്ക്ക് ഒരു ചുറ്റുറ്റണം. അത് കണ്ട് ലക്ഷം ദേവസ്യാച്ചാന്റെ പെണ്ണുമ്പോൾ അസൂയപ്പെടണം. അപ്പച്ചനും അമ്മച്ചി എന്തു ഊളത്തരവായി പറയുന്നത്? കളക്ടറെ മരുമോനായി കിട്ടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഒരു ജില്ല ഭരിക്കുന്ന സാധനമാ ഈ കളക്ടർ എന്ന് പറയുന്നത്. അല്ലാതെ കാശ് കൊടുത്ത് ചന്തയെന്ന് വാങ്ങുന്ന ചക്കയും മാങ്ങയൊന്നും അല്ല. ജോസുകുട്ടി ദേഷ്യപ്പെട്ടു. അതെന്താടാ ജോസുകുട്ടി, ഒരു കളക്ടറെ കിട്ടാൻ 10 ലക്ഷം പോരെ? പിന്നെ നമ്മുടെ സൂസനയ്ക്ക് എന്നാണ് ഒരു കുഴപ്പം? കയ്യേലും കാതേലും കഴുത്തേലും ഒക്കെ സ്വർണവും ഇട്ട് പളവളാ മിന്നുന്ന സാരിയൊക്കെ ഉടുത്ത് അവൾ ഇറങ്ങി വന്നാൽ സിനിമാ നടികൾ തോറ്റുപോകുമടാ. റബ്ബായി ചേട്ടന് ദേഷ്യം വന്നു. അപ്പച്ചൻ പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ പെണ്ണിന്റെ സൗന്ദര്യം കെട്ടുകണക്കിന് നോട്ട് കണ്ടാൽ മാത്രം മയങ്ങി വീഴുന്നവരല്ല കളക്ടർ. വീട്, കുടുംബം, പാരമ്പര്യം, ആസ്തി അതൊക്കെ അവർ നോക്കും. നമുക്ക് നല്ലൊരു വീടുണ്ടോ? വേറെ എന്തുണ്ട്? ലോട്ടറി അടിച്ച കാശല്ലാതെ വേറെ എന്താ ഉള്ളത്? അവൻ ചോദിച്ചു. അത് ശരിയാണല്ലോടാ ജോസൂട്ടി. മുകളിൽ കൂടെ പറന്നു പോകുന്ന കാക്ക തൂറിയാൽ കളക്ടറുടെ തലയിൽ തന്നെ വീഴുമല്ലോടാ. റെപ്പായി ചേട്ടൻ വീടിന്റെ മുകളൊക്കെ ഒന്ന് കണ്ണോടിച്ചിട്ട് പറഞ്ഞു. ജോസൂട്ടി, ആദ്യം നല്ലൊരു വീട് പണിയണം. ഒരു 2 നില തന്നെ ആയിക്കോട്ടെ. അത് മാത്രം പോരപ്പച്ച. കളക്ടറെ കിട്ടണയിൽ വേറെയും കുറെ കാര്യങ്ങൾ ചെയ്യണം. അപ്പച്ചൻ ടൗണിലോട്ട് ചെല്ലുമ്പോ കണ്ടിട്ടില്ലേ, എവിടെ നോക്കിയാലും മങ്ങാട്ട് പറമ്പിൽ എന്നുള്ള ബോർഡല്ലേ കാണാനുള്ളൂ. ആ സ്ഥാപനങ്ങളൊക്കെ മുന്നിൽ ചിലപ്പം കുര്യാക്കോസ് മുതലാളിയുടെ ആ നിൽപ്പ് കണ്ടിട്ടുണ്ടോ അച്ഛൻ? കാണേണ്ടതാ അത്. PG സിൽക്കിന്റെ ജുബായും ഡബിൾ മുടുത്ത് സ്വർണ്ണ കണ്ണാടിയും വെച്ച് എന്തൊരു കലയാമുഖത്ത്. അതുപോലെ അപ്പച്ചന് നിൽക്കണം. വല്ലവന്റെയും കടയുടെ മുമ്പിലല്ല, നമ്മുടെ കടയുടെ മുന്നിൽ. തുണ്ടത്തിൽ എന്നുള്ള ബോർഡേ ടൗണിൽ കാണാവൂ. അതിന്റെ മുന്നിൽ തുണ്ടത്തിൽ റെപ്പായി മുതലാളി നിൽക്കണം. റെപ്പായി ചേട്ടന്റെ ഭാവനയിൽ ആ രംഗം ഒന്ന് കണ്ടു. തുണ്ടത്തിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഒരു മുതലാളിയുടെ സർവ്വ പ്രൗഢിയോടും കൂടി നിൽക്കുന്ന റെപ്പായി മുതലാളി. സ്വപ്നലോകത്ത് മേഞ്ഞു നടക്കുന്നതിനൊടുവിൽ റെപ്പായി ചേട്ടൻ ചോദിച്ചു. എടാ ജോസുകുട്ടി, 25 ലക്ഷമൊന്ന് പത്രത്തിലുള്ളതല്ലാതെ മുഴുവൻ രൂപയും നമുക്ക് കിട്ടിയില്ലല്ലോടാ. ടാക്സ് എന്നും ടീക്സ് എന്നും കമ്മീഷനെന്നും ഒക്കെ പറഞ്ഞ അവന്മാര് ലക്ഷങ്ങൾ കുറച്ചില്ലേ? പിന്നെങ്ങനാടാ എല്ലാത്തിനൂടെ കാശ് തികയുന്നത്? എന്റെ അപ്പച്ച, ഒറ്റയടിക്കല്ല ഇതൊക്കെ തുടങ്ങുന്നത്. മങ്ങാട്ട് പറമ്പിൽ കുര്യാക്കോസ് മുതലാളി ആദ്യം തുടങ്ങിയത് മങ്ങാട്ട് പറമ്പിൽ ഫൈനാൻസിയേഴ്സ് മാത്രമാ. അത്യാവശ്യക്കാർക്ക് സ്വർണം പണയം മേടിച്ചും വണ്ടിക്കാരോട് RC ബുക്കുമൊക്കെ പലിശയ്ക്ക് കാശ് കൊടുത്തിട്ടല്ലായിരുന്നോ? ഇരുന്നേൽക്കുന്നത് പോലെയല്ല കുര്യാക്കോസ് മുതലാളി പണക്കാരനായത്. ഈ രംഗത്ത് കുറെ ജാടകളാപ്പച്ച ആദ്യം വേണ്ടത്. കയ്യിൽ നയാ പൈസ ഇല്ലേലും ലക്ഷങ്ങളുണ്ടെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ വീമ്പിളക്കണം. വേഷത്തിലും ഭാവത്തിലും ഒക്കെ മറ്റുള്ളവനെ മലർത്തി അടിക്കണം. അപ്പച്ചൻ ചുമ്മാ ഇരുന്നാ മതി, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. കളക്ടറല്ല, അതിലും വലിയവൻ കല്യാണം ആലോചിച്ചിട്ട് ഈ വീട്ടുപടിക്കൽ വരും. അപ്പച്ചൻ നോക്കിക്കോ. മകന്റെ ബുദ്ധിശക്തിയിൽ റെപ്പായി ചേട്ടൻ അഭിമാനം തോന്നി. മതിയേടാ ജോസൂട്ടി, മതി. നാളെ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്തോ. റെപ്പായി ചേട്ടൻ അനുവാദം കൊടുത്തു. കുഞ്ഞന്നാമ്മ അപ്പോഴും സ്വപ്നലോകത്ത് തന്നെയായിരുന്നു. എല്ലാം കേട്ട് സൂസന്ന തലയിണയിൽ മുഖം പൂഴ്ത്തി വിങ്ങി വിങ്ങി കരഞ്ഞു, ശബ്ദമില്ലാതെ. പിറ്റേന്ന് രാവിലെ കപ്പ്യാര്
കുര്യാച്ചന്റെ വിളിയൊച്ച കേട്ടാണ് റപ്പായി ചേട്ടൻ ഉറക്കമുണർന്നത്. കണ്ണും തിരുമ്മി പുറത്തേക്ക് വന്ന റപ്പായി ചേട്ടനെ കണ്ട് കപ്പ്യാരി കുര്യൻ ചിരിച്ചു. ഇതെന്തൊരു ഉറക്കമായ റപ്പായി ചേട്ടാ, എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു. കുഞ്ഞന്നാമ ചേട്ടത്തി ഇവിടെ ഇല്ലേ? എന്താ, അവൾക്ക് വല്ല സംബന്ധാലോചനയും കൊണ്ട് വന്നിട്ടുണ്ടോ നീ? റപ്പായി ചേട്ടന് കുര്യാച്ചനോട് അടങ്ങാത്ത കലി തോന്നി. കൊച്ചു വെളുപ്പാൻ കാലത്ത് വന്ന് എന്തിനാണെന്ന് പറഞ്ഞ് തൊലയ്ക്കടാ ഇളിച്ചോണ്ട് നിൽക്കാതെ. റപ്പായി ചേട്ടൻ ദേഷ്യപ്പെട്ടു. കുര്യച്ചൻ ഒന്ന് പതറി. റപ്പായി ചേട്ടൻ അറിഞ്ഞില്ലേ, നമ്മുടെ തുരുത്തിക്കോട്ട അനന്ത്രിയോസിന്റെ അപ്പൻ ചത്തു. ഉച്ചയ്ക്ക് ശവമടക്കം. ഇന്നലെ ചത്തതാ. അതിന് ഞാനെന്തോ വേണം? ചാകാനുള്ളവരൊക്കെ ചാകട്ടടാ, അല്ലാതെ ജീവൻ വെപ്പിക്കാനുള്ള മരുന്നൊന്നും എന്റെ കയ്യിലില്ല. റപ്പായി ചേട്ടന് പുച്ഛമായിരുന്നു. ഇതെന്തോ വർത്തമാനമാ റപ്പായി ചേട്ടാ പറയുന്നേ? ശവവണ്ടി വേണമെന്ന് ഇന്നലെ തന്നെ അവര് പറഞ്ഞിരിക്കുക. റപ്പായി ചേട്ടൻ വരാതെ എങ്ങനാ ശവവണ്ടി വലിക്കുന്നത്? കുര്യാച്ചൻ പറഞ്ഞു നിർത്തിയതും റപ്പായി ചേട്ടൻ മുഖം അടച്ചൊരാട്ട് കൊടുത്തു. ശവവണ്ടി വലിക്കാൻ ഈ റപ്പായി വരണമെന്നോ? അടിച്ചു നിന്റെ മോന്ത ഞാൻ പൊളിക്കും. ശവം അടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ചത്തവനോട് പറ സെമിത്തേരി വരെ നടന്നോളെ. റപ്പായി ചേട്ടൻ ഉറഞ്ഞു തുള്ളി. കപ്പ്യാരി കുര്യച്ചൻ ഭയന്നു പോയി. ഒച്ചയും ബഹളവും കേട്ട് കുഞ്ഞന്നാമ്മയും ജോസുകുട്ടിയും വരാന്തയിലേക്ക് ഇറങ്ങി വന്നു. ജോസുകുട്ടിയെ കണ്ടപ്പോൾ റപ്പായി ചേട്ടന് കലി വർദ്ധിച്ചു. എടാ ജോസുകുട്ടി, ഈ കപ്പ്യാരി വന്ന് പറഞ്ഞത് കേട്ടോടാ? ശവവണ്ടി വലിക്കാൻ ഞാൻ ചെല്ലണമെന്ന് ഈ നായിന്റെ മോനോടൊന്ന് പറഞ്ഞു കൊടുക്കടാ ജോസുകുട്ടി. അപ്പച്ചൻ ക്ഷമിക്കേ, കുര്യച്ചൻ അറിയാതെ പറഞ്ഞു പോയതല്ലേ. റപ്പായി ചേട്ടനെ സമാധാനിപ്പിച്ചിട്ട് ജോസുകുട്ടി കപ്പ്യാരെ നോക്കി. കപ്പ്യാര് കുര്യച്ചൻ ഭയന്നു നിൽക്കുകയായിരുന്നു. ഇനി മുതൽ അപ്പച്ചൻ ഈ പണിക്ക് വരുന്നില്ല. തുരുത്തേലച്ഛനോട് പറ വേറെ ആരെങ്കിലും നോക്കാൻ. കുര്യച്ചൻ പോയിക്കോ. കുര്യച്ചൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അല്പസമയം കഴിഞ്ഞ് ജോസുകുട്ടി കുളിച്ച് വേഷം മാറി പുറത്തേക്ക് പോകാനൊരുങ്ങി. നീ രാവിലെ എങ്ങോട്ടാടാ ജോസുകുട്ടി? റപ്പായി ചേട്ടൻ ചോദിച്ചു. നമുക്ക് പുതിയ വീടിന്റെ പ്ലാനൊക്കെ വരപ്പിക്കണ്ടേ? പിന്നെ ടൗണിൽ എവിടെങ്കിലും കടമുറി വല്ലതും ഒഴിഞ്ഞു കിടപ്പുണ്ടോന്ന് നോക്കണം. കിട്ടിയാൽ അഡ്വാൻസ് കൊടുത്തിടാം. ആദ്യം തുണ്ടത്തിൽ ഫൈനാൻസിയേഴ്സ് തുടങ്ങാം. വെച്ചടി വെച്ച് കേടി കയറ്റമാണെങ്കിൽ രക്ഷപ്പെട്ടു. മങ്ങാട്ടുപറമ്പിലുകാർക്ക് ബദലായിട്ട് തുണ്ടത്തിലുകാരും വരട്ടെ. ജോസുകുട്ടി ചിരിച്ചു. വരുമടാ വരും. മങ്ങാട്ടുപറമ്പിൽ കുര്യാക്കോസ് മുതലാളിക്ക് പകരം തുണ്ടത്തിൽ റപ്പായി മുതലാളി. അത് പറഞ്ഞ് റപ്പായി ചേട്ടൻ പൊട്ടിച്ചിരിച്ചു. ജോസുകുട്ടി കാറിന്റെ കീ ചൂണ്ടുവിരലിട്ട് കറക്കി ഒരു പ്രത്യേക പോസിൽ പുറത്തേക്ക് ഇറങ്ങി. അവൻ കാറിലേക്ക് കയറുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതും മുന്നോട്ടെടുക്കുന്നതുമൊക്കെ കൗതുകത്തോടെ റപ്പായി ചേട്ടന് കുഞ്ഞന്നാമ്മയെ നോക്കി നിന്നു. സൂസന്ന ആ വശത്തേക്ക് നോക്കിയതേയില്ല. ജോസുകുട്ടി ഒരു മൂളിപ്പാട്ടും പാടി ഇടവഴിയും കടന്ന് മെയിൻ റോഡിലേക്ക് തിരിയുമ്പോൾ ലക്ഷം ദേവസ്യാച്ചായനും ആനിയെ നടന്നു പോകുന്നത് കണ്ടു. ആനിയെ കണ്ടപ്പോൾ അവന്റെ സിരകളിലെ രക്തത്തിന് ചൂട് പിടിച്ചു. ജോസുകുട്ടി അവർക്ക് മുന്നിൽ കാർ നിർത്തി. ബസ്സിൽ നല്ല തിരക്കായിരിക്കും, കേറിക്കോ, ടൗണിൽ ഇറക്കിയേക്കാം. ജോസുകുട്ടി തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു. ദേവസ്യാച്ചായൻ അത് കേട്ട് പുഞ്ചിരിച്ചു. മോനെ ജോസുകുട്ടി, മഴ വരുമെന്ന് കരുതി ആരും മുൻകൂട്ടി കുട വാങ്ങി വെക്കാറില്ലടാ, നീ പൊയ്ക്കോ, ദേവസ്യാച്ചായൻ പറഞ്ഞു. ജോസുകുട്ടിയുടെ നോട്ടം ആനിയിലായിരുന്നു. അവൾ മുഖം വെട്ടിത്തിരിച്ചു നിൽക്കുകയായിരുന്നു. ആനി വരുന്നോ? STD ബൂത്തിന്റെ മുന്നിൽ ഇറക്കാം, ജോസുകുട്ടി ക്ഷണിച്ചു. ആനി അവനെ ഒന്ന് നോക്കി. പിന്നെ കാറിന്റെ അടുത്തേക്ക് ചെന്നു. വേണ്ട, തിരക്കുള്ള ബസ്സിൽ പോകുന്നത് ഒരു സുഖമാ. ഒന്നുമില്ലേലും തട്ടാനും മുട്ടിയുരുമാനും ഒക്കെ കാണാൻ കൊള്ളാവുന്ന ആമ്പിള്ളാർ അതിലുണ്ടാവുമല്ലോ. തീരെ ശബ്ദം താഴ്ത്തി പറഞ്ഞിട്ട് ആനി തിരിഞ്ഞു നടന്നു. മുഖത്തടിയേറ്റതുപോലെയായി ജോസുകുട്ടിക്ക്. ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നവർ ശ്രദ്ധിക്കുന്നത് കണ്ടപ്പോൾ അവന് ജാള്യം തോന്നി. ഒപ്പം ആനിയോടുള്ള പ്രതികാരം ഉള്ളിൽ തിളച്ചു മറിയുകയായിരുന്നു. ഏതോ പകവീട്ടിയ ഭാവമായിരുന്നു അപ്പോൾ ആനിക്ക്. കഴിഞ്ഞ കുറെ ദിവസമായി നീറിപ്പുകഞ്ഞുകൊണ്ടിരുന്ന മനസ്സ് ശുദ്ധമായതുപോലെ. പട്ടണത്തിലെ പ്രശസ്തമായ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്കാണ് ജോസൂട്ടി പോയത്. കാറിൽ നിന്നിറങ്ങിയ ജോസൂട്ടിയെ കണ്ടപ്പോഴേ നല്ലൊരു കോളാണെന്ന് മനസ്സിലാക്കിയ കമ്പനി മാനേജർ ഹൃദ്യമായി സ്വീകരിച്ചിരുത്തി. എന്തൊക്കെയുണ്ട് ജോസൂട്ടി വിശേഷം? സുഖം തന്നെയല്ലേ? മാനേജർ സൗഹൃദം നടിച്ചു. ലോട്ടറി അടിച്ച വിവരവും ജോസുകുട്ടിയുടെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശവും മാനേജർ ജമാലിന് മനസ്സിലായി. ഓ വെറുതെ ഇതുവഴി പോയപ്പോ കയറിയെന്നേ ഉള്ളൂ, ജോസുകുട്ടി പുഞ്ചിരിച്ചു. നിങ്ങളെ പോലുള്ളവർ ഇടയ്ക്കൊക്കെ ഇവിടെ കയറിയാലല്ലേ പാവപ്പെട്ട ഞങ്ങൾക്കൊക്കെ നിലനിൽപ്പുള്ളൂ. ആ ജോസൂട്ടി ഇരിക്കെ. ജമാൽ കസേര വലിച്ചിട്ട് കൊടുത്തു. ഇന്നലെ വരെ താൻ ഇതുവഴി പോകുമ്പോൾ പുച്ഛത്തോടെ നോക്കിയവനാണ് ഇപ്പോൾ തന്റെ മുന്നിൽ ബഹുമാനത്തോടെ നിൽക്കുന്നതെന്ന് ജോസൂട്ടി ഓർത്തു. അവൻ ഉള്ളാലെ ചിരിച്ചുകൊണ്ട്
ഗമയിൽ തന്നെ പുതിയ വീടിന്റെ ഏകദേശ രൂപം വിവരിച്ചു. ജമാൽ പല രീതിയിലുള്ള വീടിന്റെ പ്ലാനുകളും ജോസുകുട്ടിയെ കാണിച്ചു. 2 നില മാളിക പണിയാനുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ജോസുകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നീട് ജോസുകുട്ടി പോയത് ബ്രോക്കർ ബേബിച്ചന്റെ അടുത്തേക്കാണ്. വീടും സ്ഥലവും കടമുറികളും ഒക്കെ വാങ്ങാനും വിൽക്കാനും വാടകയ്ക്ക് കൊടുക്കാനുമൊക്കെ ഇടനില നിൽക്കുന്ന ആളാണ് ബ്രോക്കർ ബേബിച്ചൻ. എന്താ ജോസുകുട്ടി, നല്ല ഉഗ്രൻ 2 നില വാർക്കൊക്കെ ഇട്ടിടോ. 20 സെന്റ് സ്ഥലവും ടൗണിൽ തന്നെ വിൽക്കാനുണ്ട്. ചൂളു വിലയ്ക്ക് ഞാൻ ഒപ്പിച്ചു തരാം. എന്താ നോട്ടം ഉണ്ടോ? ബ്രോക്കർ ബോബിച്ചൻ സ്വതസിദ്ധമായ ചിരിയോട് ചോദിച്ചു. വീടൊന്നും വേണ്ട ബേബിച്ച, ടൗണിൽ എന്തേലും ബിസിനസ് നടത്താൻ പറ്റിയ വാടക കെട്ടിടം വല്ലതും ഉണ്ടെങ്കിൽ നോക്കാം, ജോസുകുട്ടി പറഞ്ഞു. ഇതെന്ത് ചോദ്യമാ ജോസുകുട്ടി? ദാ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ബ്രോക്കർ ബേബിച്ചൻ വിചാരിച്ചാലാണോ കെട്ടിടമില്ലാത്തത്? KK റോഡിൽ വേണോ, MC റോഡിൽ വേണോ, അതുമല്ലെങ്കിൽ TB റോഡിൽ വേണോ? എവിടായാലും തരാലോ. അയാൾ വീണ്ടും കുടവയർ കുലുക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. KK റോഡിൽ 2 കിടപ്പുണ്ട്. 1.5 ലക്ഷം പകിടിയും പിന്നെ വാടകയും. എന്താ? മങ്ങാട്ട് പറമ്പിൽ കുര്യാക്കോസ് മുതലാളിയുടെ സ്ഥാപനങ്ങളും KK റോഡിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് ജോസുകുട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. അത് മതി ബേബിച്ച. ബേബിച്ചൻ പോയി ഇടപാടാക്കിക്കോ. 500 നോട്ട് എടുത്ത് ബേബിച്ചന് നൽകിയ ശേഷം ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ സന്തോഷത്തോടെ ജോസുകുട്ടി കാറിൽ കയറി. അങ്ങനെ ടൗണിൽ തനിക്കും 2 കടമുറി സ്വന്തമായിരിക്കുന്നു. ഒന്ന് തുണ്ടത്തിൽ ഫൈനാൻസിയേഴ്സ്, ഇനി ഒരെണ്ണം എന്താണെന്ന് വേണ്ടതെന്ന് ആലോചിക്കണം. ടൗൺ മുഴുവൻ തുണ്ടത്തിൽ എന്ന നാമം പരക്കണം. തന്റെ ബിസിനസ് സാമ്രാജ്യം പടർന്നു പന്തലിക്കുന്നത് അവൻ സ്വപ്നത്തിൽ കണ്ടു. തന്റെ വളർച്ച കണ്ട് ലക്ഷം ദേവസ്യാച്ചായന്റെ മകൾ ആനി തന്റെ കാൽക്കൽ വീഴണം. തുണ്ടത്തിൽ ജോസുകുട്ടിയുടെ പിന്നാലെ പെൺകുട്ടികൾ പ്രേമാഭ്യർത്ഥനയുമായി നടക്കണം. അത് കണ്ട് ആനി അസൂയപ്പെടണം. അങ്ങനെ പലതും ആലോചിച്ചുകൊണ്ട് ജോസുകുട്ടി ബേക്കറി ജംഗ്ഷനിലേക്ക് കാർ തിരിക്കുന്നതിനിടയിലാണ് മുന്നിൽ കിടന്ന ഓട്ടോയ്ക്ക് നേരെ പാഞ്ഞു എന്നത്. ഓർമ്മകളിൽ നിന്നും ഉണർന്ന ജോസുകുട്ടി പെട്ടെന്ന് കാറ് വെട്ടിത്തിരിച്ചു. എന്തോ നാടാ, ശവവണ്ടിയുടെ സ്പീഡാണെന്ന് കരുതി ആണോടാ വണ്ടി ഓടിക്കുന്നത്? ഓട്ടോയിലിരുന്ന അനിയൻ കുഞ്ഞ് ദേഷ്യത്തിൽ വിളിച്ചു ചോദിച്ചു. ഡോർ ഗ്ലാസ്സിലൂടെ അനിയൻ കുഞ്ഞിനെ ജോസുകുട്ടി തുറിച്ചു നോക്കി. ആനിയുമായി ബന്ധപ്പെടുത്തി അനിയൻ കുഞ്ഞിനെ കുറിച്ച് ചില കഥകൾ പലരും പറഞ്ഞ് ജോസുകുട്ടി കേട്ടിട്ടുണ്ട്. ശവവണ്ടി എന്ന് പരിഹസിക്കൂടി ചെയ്തപ്പോൾ ജോസുകുട്ടിക്ക് കലിയായി. 3.25 ചക്രം വിലയുള്ള തകരക്കഷ്ണം ലക്ഷങ്ങൾ വിലയുള്ള 4 വീലൻ വരുമ്പോൾ മാറ്റി തരണോടാ, അതല്ലേ ചിലപ്പോൾ ഇടിച്ചു തെറിപ്പിച്ചെന്നിരിക്കും. ജോസുകുട്ടി കാറിലിരുന്ന് പുച്ഛിച്ചു. ഒന്ന് പോടാ പാരട്ട ശവവണ്ടി. ഓട്ടോ തങ്കച്ചന്റെ ചാച്ചൻ ദാനം തന്നതല്ലേടാ നിനക്ക് നിന്റെ തന്തയ്ക്ക് ഈ കാറ്. അനിയൻ കുഞ്ഞ് ഓട്ടോയിൽ നിന്നിറങ്ങി. അപ്പോഴേക്കും റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോകളിൽ നിന്നും ആരൊക്കെ കൂവാൻ തുടങ്ങി. കൊച്ചു ശവവണ്ടി ഉയ്, നിനക്കൊക്കെ വെച്ചിട്ടുണ്ടടാ ചെറ്റകളെ. ജോസുകുട്ടി റോഡിലേക്ക് കാറ് തുപ്പിയിട്ട് കാറ് മുന്നോട്ടെടുത്തു. വൈകുന്നേരത്തോടെ വീട്ടിൽ തിരിച്ചെത്തിയ ജോസുകുട്ടി പുതിയ വീട് പണിയാൻ കോൺട്രാക്ട് നൽകിയതും ടൗണിൽ 2 കടമുറികൾ ഏർപ്പാട് ചെയ്ത കാര്യവും റപ്പായി ചേട്ടനോടും കുഞ്ഞന്നാമ്മയോടും പറഞ്ഞു. മകന്റെ ബുദ്ധിയിലും കഴിവിലും റപ്പായി ചേട്ടന് അഭിമാനം തോന്നി. വിവരങ്ങളൊക്കെ കുഞ്ഞന്നാമ്മ സൂസന്നയോട് പറഞ്ഞെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. തങ്കച്ചായനോടൊപ്പം ചെറിയ കൂരയിൽ ദിനരാത്രങ്ങൾ തള്ളി നീക്കേണ്ട താൻ എന്തിന് പുതിയ ബംഗ്ലാവിന്റെ വിവരണം കേട്ട് കോൾമയർ കൊള്ളണം? ആ രാത്രിയും അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. പിറ്റേ ദിവസം രാവിലെ തങ്കച്ചന്റെ ഓട്ടോയുടെ ശബ്ദം കേട്ടപ്പോൾ വർദ്ധിച്ച നെഞ്ചിടിപ്പോടെ സൂസന്ന ഇടവഴിയിലേക്ക് ഇറങ്ങി നിന്നു. ഒന്ന് കാണാൻ, തന്നെ വെറുക്കരുതെന്ന് പറയാൻ. തങ്കച്ചൻ ദൂരെ വെച്ചേ സൂസന്നെ കണ്ടു. പക്ഷേ അവളുടെ അടുത്തെത്തിയപ്പോഴേക്കും തങ്കച്ചൻ ഓട്ടോയുടെ സ്പീഡ് കൂട്ടി. ഹൃദയം പൊട്ടിപ്പിളരുന്നത് പോലെ സൂസന്നയ്ക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഓട്ടോ ചീറിപ്പായുമ്പോൾ തങ്കച്ചന്റെ മനസ്സും തേങ്ങുകയായിരുന്നു. ഹൃദയം വിങ്ങുകയായിരുന്നു. സൂസന്നയുടെ നീർമുത്തുകൾ പൊടിഞ്ഞ കണ്ണുകൾ അവന്റെ ഉള്ളിൽ നൊമ്പരമായി. തങ്കച്ചന്റെ ഓട്ടോ കണ്ണുകൾക്കും അപ്പുറത്തായപ്പോൾ സൂസന്ന ശക്തമായൊരു തേങ്ങലോടെ പിന്തിരിഞ്ഞോടി. ജോസുകുട്ടി ടൗണിൽ പോകുമ്പോഴൊക്കെ ആനിയെ കാണുമായിരുന്നു. ഓരോ ദിവസം കാണുമ്പോഴും അവൾ കൂടുതൽ കൂടുതൽ സുന്ദരിയായതുപോലെ അവന് തോന്നും. ഈയിടെയായി ചുരിദാറും സൽവാർ കമ്മീസും ഒക്കെയാണ് കൂടുതലായി ഉപയോഗിച്ചു കണ്ടത്. ചുരിദാറിനുള്ളിൽ വീർപ്പുമുട്ടി നിൽക്കുന്ന നിറ യൗവനം അവന് ലഹരി പിടിപ്പിച്ചു. STD ബൂത്തിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഇത്രയും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ കഴിയുമോ എന്ന് അവൻ സംശയിച്ചു. ചിലപ്പോഴൊക്കെ ടെലിഫോൺ ബൂത്തിന് മുന്നിൽ ഓട്ടോക്കാരൻ അനിയൻ കുഞ്ഞുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതും ജോസുകുട്ടി കണ്ടു.
അപ്പോഴൊക്കെ ജോസുകുട്ടിയുടെ ഉള്ളിൽ പ്രതികാരം തിളച്ചു മറിയുകയായിരുന്നു. ആനി തന്നെ അവഗണിക്കുകയാണ്. തന്നെ കാണുമ്പോഴൊക്കെ അവജ്ഞയോടെ അവൾ മുഖം തിരിക്കുകയാണ്. ഓട്ടോ എന്ന നോവലിന്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്